ഉണ്ണിയമ്മേ, കുമ്പടി വന്നു. എത്ര പ്രാവശ്യം പറയണം നിന്നോട്? 6 മണിക്ക് മുൻപ് വീട്ടിലെത്തണമെന്ന് ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കഴിഞ്ഞ ദിവസം സലാർ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ തിയേറ്ററിൽ ഈ ഒരു പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് സീൻസ് ഒക്കെ നല്ല പോലെ ചിരിച്ചായിരുന്നു. അതും FDFന്റെ ടൈമിലാണെന്ന് ഓർക്കണം. അതൊരു മാസ് ഫിലിം. മേ ബി മലയാള ഡബിന്റെ പ്രശ്നമാവും, ആയേക്കാം. എന്നാലും ആ സീൻ കണ്ടപ്പോൾ ബിൽഡപ്പിന് തന്നെ ചിരിയാണ് വന്നത്. ഇന്ന് ആ സീൻസ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നേരെ പോയേക്കാം. ആദ്യം തന്നെ ഈ സിനിമ കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് ഏത് സീനാണ് കോമഡി ആയിട്ട് തോന്നിയത്? എനിക്ക് ഈ ഒരു സീനാണ്. നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ തന്നെ ആലോചിക്കും, ഇത്രയും വളർന്നു വലുതായ ഒരു മോനോട് ഇങ്ങനെയൊക്കെ പറയുമെന്ന്. സത്യത്തിൽ ഈ ഒരു സീൻ ശരിക്കും ഉദ്ദേശിച്ചത് നമ്മുടെ നായകന്റെ ഒരു ബിൽഡപ്പ് തന്നെയാണ്. പക്ഷേ ഈ ഒരു ഡയലോഗ് ഡെലിവറിയുടെ പ്രശ്നം കൊണ്ടാണോ എന്നറിയില്ല, ശരിക്കും കോമഡി ആയിട്ടാണ് തോന്നിയത് എനിക്ക്. അതും പ്രഭാസ് ആണെങ്കിൽ കറക്റ്റ് ഒരു ഡൈനോസറിനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരാളുടെ മുഖത്ത് നോക്കി ഇതൊക്കെ പറയുമ്പോൾ ചിരി വരില്ലേ? എത്ര പ്രാവശ്യം പറയണം നിന്നോട്? 6 മണിക്ക് മുൻപ് വീട്ടിലെത്തണമെന്ന് ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ചിരി വന്നില്ലേ അത്ഭുതമുള്ളൂ. അടുത്തതായിട്ട് ബർത്ത്ഡേ കേക്ക് മുറിക്കുന്ന ആ പ്ലാസ്റ്റിക് കത്തി കണ്ടിട്ട് പേടിക്കുന്ന ആളെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതെല്ലാം അവിടെ നിൽക്കുന്നവർ വരെ ചോദിക്കുന്നുണ്ട്, ഒരു പ്ലാസ്റ്റിക് കത്തി കണ്ടിട്ട് എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നതെന്ന കാര്യം. അത് തന്നെ കണ്ടുകൊണ്ടിരുന്ന് നമ്മളും ചിരിച്ചു. അതെന്റെ കയ്യിലേക്ക് താ. പിന്നെ അടുത്തതായി എനിക്ക് തോന്നിയത് തുടക്കത്തിലെ സീൻസാണ്. അതായത് ഈ സീൻ. ഇനി എൻ്റെ കയ്യിലിരിക്കുന്നത് ഇലക്ട്രിക് വയർ ആയിരിക്കില്ല, ഇലക്ട്രിക് പോസ്റ്റ് ആയിരിക്കും എന്ന്. സത്യം പറഞ്ഞാൽ ഈ സീൻ മാസിന് വേണ്ടി എടുത്തു വെച്ചതാണ്. പക്ഷേ ഇതൊന്നും അത്ര മാസമായിട്ട് എനിക്ക് തോന്നിയില്ല. ചിരിയാണ് വന്നത്. ഡബ്ബിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് ആയിരിക്കാം. എന്നാലും എല്ലാം അതിൻ്റെ ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് അത്യാവശ്യം മാസമായിട്ട് തോന്നിയത് ഇൻട്രോൾ സീനും പിന്നെ ക്ലൈമാക്സും ആണ്. സെക്കൻഡ് പാർട്ട് കാണാൻ തോന്നിക്കുന്ന ഒന്ന് തന്നെയാണ് ആ ഒരു ക്ലൈമാക്സ്. പിന്നെ ഫസ്റ്റ് ഹാഫിലായിട്ട് ഈ ഒരു ക്യാരക്ടറാണ് വെറുപ്പിച്ചത്. സെക്കൻഡ് ഹാഫിൽ ഈ ഒരു ക്യാരക്ടറും. പുള്ളി നല്ലൊരു നടനാണ്. പക്ഷേ സലാറിലേക്ക് വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഓവർ ആയില്ലേ എന്നൊരു ഡൗട്ട്. കരച്ചിലാണെങ്കിലും ഫൈറ്റ് ആണെങ്കിലും എല്ലാം അങ്ങനെ തന്നെ. സെക്കൻഡ് പാർട്ടിൽ ആ ഒരു ക്യാരക്ടർ ഇല്ലാതിരിക്കുന്നത് എന്തായാലും നന്നായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചിത്രം കണ്ടിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.